എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദു പറയുന്നുണ്ട് എല്ലാവരെയും വിട്ടു പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഇത്തിരി വിഷമമാണ് എന്ന്. അന്നേരം നയന പറയും അങ്ങനെ വിഷമമാണെങ്കിൽ നീ പോകണ്ടാടി, നീ കാക്കിയിടുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട് പൊടി അങ്ങനെയൊന്നുമല്ല, മോള് കാക്കിയിടണം, എന്നിട്ട് വേണം എനിക്ക് 2 പേർക്കിട്ട് നല്ല തല്ല് കൊടുക്കാൻ. വേറെ ആരുമല്ല, എൻ്റെ അമ്മായിമ്മയും ഭർത്താവും തന്നെയാണ്. അബിയുടെ ഇപ്പോഴത്തെ ഈ സ്നേഹം അഭിനയമാണെങ്കിൽ അവൻട്ട് 2 കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയും. എന്നിട്ട് എല്ലാവരും കൂടെ കണി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദുവിനൊരു മെസ്സേജ് വരുന്നത്. എടുത്തു നോക്കുമ്പം അത് അനിയുടെയാണ്. വിഷുവായിട്ട് ഒരു മരണവാർത്ത കേട്ടാൽ എന്താവും അവസ്ഥ എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അന്നേരം ആകെ ടെൻഷൻ ആവും കേട്ടോ നന്ദുവിന്. അപ്പം നന്ദുവിൻ്റെ ഈ മുഖത്തെ ടെൻഷൻ നയന ശ്രദ്ധിക്കുന്നുണ്ട്. എന്താടി, ആരാ നിനക്ക് മെസ്സേജ് അയച്ച്, ആരാ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം നന്ദു പറയും ഫ്രണ്ട്സാണ്, അവരെല്ലാവരോടും കൂടുന്നുണ്ട്, എന്നോട് ചെല്ലാൻ പറഞ്ഞിരുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം നയന പറയും ഈ രാത്രിയിലോ, ഈ രാത്രി ഇനി പോകണ്ട എന്ന് പറയും. അതുപോലെ തന്നെ കനകയും പറയുന്നുണ്ട് ഈ രാത്രി ഇനി ഒരിടത്തേക്കും പോകുന്നില്ല, അവന്മാർ കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കോട്ടെ എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട് ഫ്രണ്ട്സ് മാത്രമല്ലേ ഉള്ളൂ, പോയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, അവൾ വേണേൽ പൊക്കോട്ടെ എന്ന് നവ്യ പറയുന്നുണ്ട്. പക്ഷേ കനക സമ്മതിക്കുന്നില്ല. ഈ സമയം നന്ദുവിനെ കാണാതെ ആകെ ടെൻഷനോടെ ഇരിക്കുന്ന അനിയെ കാണിക്കുന്നുണ്ട്. അതുപോലെ നന്ദുവിനും നല്ല ടെൻഷനുണ്ട്. കാരണം അനി വെറും വാക്ക് പറയില്ല എന്ന് നന്ദുവിനറിയാം. അതുകൊണ്ട് നന്ദുവിന് ആകെ ടെൻഷനാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഓണടി കേൾക്കുന്നത്. അപ്പം നയന ചോദിക്കും നിൻ്റെ ഫ്രണ്ട്സാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ട് വരും. അന്നേരം രാകേഷ് നന്ദുവിനോട് പറയുന്നുണ്ട് എടി ആകെ കുളമായിട്ടിരിക്കുക, നിന്നെ കണ്ടില്ലെങ്കിൽ മദ്യപിച്ച് ആകെ കുളമാക്കും എന്ന് പറഞ്ഞ് അനി അവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും വാ എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാനിവിടെ പറഞ്ഞു എന്നെ ഈ രാത്രിയിൽ അവർ വിടിയല, നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുക എന്ന് പറയുമ്പം ഞങ്ങൾ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല, ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാറുള്ളതാണ്, അവൻ കഴിക്കാറില്ലാത്തതുകൊണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും എന്ന് പറയും. അന്നേരം നന്ദു പറയും എങ്കിലും ഒരു കാര്യം ചെയ്യുക, നിങ്ങളോട് അകത്ത് വന്നൊന്ന് സംസാരിക്കുക എന്ന് പറയും. എന്നിട്ട് അവരകത്തേക്ക് പോരുവാട്ടോ. അകത്ത് വന്നു കഴിയുന്നേക്കും നന്ദു രാകേഷിനെയൊക്കെ കാണുമ്പോൾ നയനൊക്കെ എന്താ ഈ രാത്രിയിൽ എന്ന് ചോദിക്കും. അന്നേരം രാകേഷ് പറയുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഇന്ന് രാത്രിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കൂടുന്നുണ്ട്, ഫുഡൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് പിരിയാൻ വേണ്ടിയാണ്. നാളെ കഴിഞ്ഞ് ഇവൾ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇങ്ങനെ സാധിക്കില്ലല്ലോ എന്ന് പറയും. അന്നേരം കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കനക ചോദിക്കുന്നുണ്ട് നിന്നോടൊക്കെ പറഞ്ഞിട്ടില്ലേ രാത്രി വന്ന് ഇവളെ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നേക്കരുതെന്ന്, പിന്നെ എന്തിനാ വന്നത് എന്ന് ചോദിക്കും. അന്നേരം ഇന്നൂടെ അല്ലേ ഉള്ളൂ ആൻറ്റി, പിന്നെ ഞങ്ങൾ തമ്മിൽ കാണുമോ എന്നൊന്നും അറിയത്തില്ല, പിന്നെ എസ് ഐ ആയി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഇവൾക്ക് വന്ന് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ, അതൊന്നും സാധിക്കില്ലല്ലോ, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ വിടില്ല എന്നുള്ള ഒരു മനോഭാവത്തിൽ നിൽക്കുവാണ്. അന്നേരം നവ്യയ്ക്കൊരു മനസ്സലിവ്. നവ്യ പറയും പോട്ടെടി ഇന്നൂടെ അല്ലേ ഉള്ളൂ, അവൾ പോട്ടെ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട് നയന ചോദിക്കും അന്നേരം അവിടെ അനിയുണ്ടോയെന്ന്. അന്നേരം ഈ അനി ആ പരിസരത്തോട് പോലും വന്നിട്ടില്ല എന്ന് അവർ പറയുന്നത്. ഏതായാലും വേറെ നിവൃത്തിയില്ല, നന്ദുവിനോട് പോയിട്ട് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞ് നന്ദുവിനോട് പൊക്കോളാൻ പറയുവാണ്. അന്നേരം കനക പറയുന്നുണ്ട് ഈശ്വര ഇനി അവൾ പോയിട്ട് വന്നേടം വരെ ആകെ മനസ്സിനൊരു ആദിയായിരിക്കും, ഇനി എപ്പോൾ വരുമെന്ന് ആർക്കറിയാം എന്ന് പറയും. എന്നിട്ട് നയനയോട് പറയും അവിടെ അനിയുണ്ടോയെന്ന് നീ ആദർശിനെ ഒന്ന് വിളിക്കുക, എങ്കിൽ പകുതി സമാധാനമായി എന്ന് പറയുക. ഏതായാലും നയന അതുപോലെ ആദർശിനെ വിളിക്കുന്നു. ആദർശ് എങ്ങനെയായി, വിഷു എങ്ങനെയായി എന്നൊക്കെ ചോദിക്കുന്നു. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു, അവിടെ എന്തായി എന്ന് ചോദിക്കുമ്പം ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കിയില്ല എന്ന് പറയും. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് അതൊക്കെ അവർ നോക്കിക്കോളും, എനിക്ക് ആകെ ഒരു സങ്കടമുള്ളത് വിഷുവായിട്ട് എൻ്റെ ഭാര്യയെ കണി കാണാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടമാണ് എന്ന് പറയും. അന്നേരം നയന ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇന്ന് ഇതിനു മുമ്പ് പറഞ്ഞത് എന്ന്. ആദർശ് പറയും അന്നത്തെ ഭൂതനയായ ഭാര്യയല്ലല്ലോ ഇപ്പം, അതുകൊണ്ടായെന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്ന് പറയും ആദർശ്. അത് കഴിഞ്ഞ് നയന അനിയെപ്പറ്റി ചോദിക്കുവാണ്. അന്നേരം ആദർശ് പറയും അവൻ ഇവിടെ എങ്ങുമില്ല, പുറത്ത് പോയതാണെന്നാണ് തോന്നുന്നത്, അവൻ്റെ വണ്ടി ഇവിടെ കണ്ടില്ല എന്ന് പറയും. അന്നേരം എന്താ നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പം നന്ദുവിനെ ഇവിടെ വന്ന് ഫ്രണ്ട്സ് കൂട്ടിക്കൊണ്ട് പോയി, അവർക്ക് എല്ലാവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയാനാണ് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയത് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അങ്ങനെ നന്ദു പോയിട്ടുണ്ടെങ്കിൽ അനിയെ കാണാൻ വേണ്ടി തന്നെയായിരിക്കും, ഓരോ തവണ നന്ദു അനിയെ കാണുമ്പോഴും അനാമികമായിട്ടുള്ള അവൻ്റെ അകലം കൂടിക്കൂടി വരും എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നന്ദുവിനെ ഉപദേശിച്ചിട്ടുണ്ട്, ഇനി ആദർശേട്ടൻ അനിയെ ഒന്ന് ഉപദേശിക്കുക എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് ഞാനും ഈ കാര്യങ്ങളൊക്കെ അവനോട് പറയാറുണ്ട്, പക്ഷേ എന്തോ അവൻ ഭയങ്കര വാശിയിലാണ്, കല്യാണത്തിന് മുമ്പും അവൻ്റെ ഇഷ്ടം അറിയിച്ചിട്ടും കൂടെ നിൽക്കാത്തതിൻ്റെ ദേഷ്യം അവനുണ്ട് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, നോക്കാം എന്ന് ആദർശ് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ച് ഫോം വയ്ക്കുന്നു.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയെ തന്നെയാണ്. അനി ആകെ വിഷമിച്ചിരിക്കുമ്പം രാകേഷ് അങ്ങോട്ട് കയറി ചെല്ലും. എന്നിട്ട് പറയും, നീ വിഷമിക്കുന്നു ഒന്നും വേണ്ട, നീ പറഞ്ഞ ആളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും. അന്നേരം നന്ദു അകത്തോട്ട് കയറി വരുവാട്ടോ. കയറി വരുന്നേക്കും നല്ല പൂത്തിരി വിരിയും പോലെയാണ് നമ്മുടെ അനിയുടെ മുഖത്ത് തെളിച്ചം വരുന്നത്. കയറി വരുന്നത് നന്ദു ചോദിക്കും, എന്താ അനി നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അന്നേരം അനു പറയുന്നുണ്ട്, ഞാൻ ഇന്ന് നിന്നെ കാണുമെന്ന് പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെ എന്തിനാ നീ വരാതിരുന്നത് എന്ന് ചോദിക്കും. അന്നേരം രാകേഷ് പറയും, അവർ പരിഭവം പറഞ്ഞ് തീർക്കട്ടെ, നമുക്ക് പുറത്തോട്ട് നിൽക്കാമെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പുറത്തേക്ക് പോകും. പോയി കഴിയുമ്പം നന്ദു പറയുന്നുണ്ട്, ഒരിക്കലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒന്നിക്കാൻ സാധിക്കത്തില്ല. നിൻ്റെ വല്യമ്മയൊക്കെ എന്നെ ഒരുപാട് ഉപദേശിച്ചു, ഇതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ തല തിന്നുകൊണ്ടിരിക്കുക, എനിക്ക് തീരെ നിവൃത്തിയില്ല അനി എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ തമ്മിൽ ഒന്നിക്കുമെന്ന് പുരോഹിതൻ പോലും പറഞ്ഞതാണ്, അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം, ഇതൊരു തീരുമാനമാണ് എൻ്റെ എന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കും, നീ പുരോഹിതനോടൊക്കെ ഇതൊക്കെ പറഞ്ഞോ? ആ പുരോഹിതൻ നിൻ്റെ മുത്തച്ഛനെ അറിയുന്നതല്ലേ, അവർ തമ്മിൽ ഈ കാര്യം സംസാരിക്കില്ലേ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല, എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ പുരോഹിതനോട് പറഞ്ഞായിരുന്നു. അന്നേരമാണ് പുരോഹിതൻ പറഞ്ഞത്, എൻ്റെ ജാതകം നോക്കിയിട്ട് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തന്നെ ഞാൻ വിവാഹം കഴിക്കും, അനാമികമായിട്ടുള്ള ജീവിതത്തിന് ഒരുപാട് ആയുസ് കാണില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയും. അന്നേരം നന്ദുവിന് ആകെ ടെൻഷനാണ്. അതിൻ്റെ കൂടെ തന്നെ നന്ദുവിനോട് അന്ന് ആ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദുവിൻ്റെ മനസ്സിലൂടെ വരുന്നുണ്ട്. അന്നേരം അനു പറയുന്നുണ്ട്, ഏതായാലും അനാമിക എൻ്റെ ജീവിതത്തിലോട്ട് വന്നത് അവൾ സ്വത്ത് മോഹിച്ച് മാത്രമാണ്, അതുകൊണ്ട് അവൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പോകും, അതിനുശേഷം നമ്മൾ തമ്മിൽ ഒന്നിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു. അന്നേരവും നന്ദുവിന് ആകെ ടെൻഷനാട്ടോ. നന്ദു പറയുന്നുണ്ട്, നിൻ്റെ വല്യമ്മയൊക്കെ എന്നെ ഉപദേശിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ, എന്നെ ഉപദേശിക്കാറൊക്കെ ഉണ്ട് എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, എൻ്റെ ആഗ്രഹം, എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ എല്ലാവരോടും തുറന്നു പറയണമായിരുന്നു, കുറഞ്ഞ പക്ഷം നമ്മുടെ വിവാഹം നടന്നില്ലെങ്കിലും അനാമിക എൻ്റെ തലയിൽ വന്ന് കയറില്ലായിരുന്നു എന്ന് അനി പറയും. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശി എന്നോട് പ്രത്യേകം പറഞ്ഞു, എന്തുകൊണ്ട് നീ നിൻ്റെ ആഗ്രഹം നീ അന്ന് പറഞ്ഞില്ല, അതിൻ്റെയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് പോലും പറഞ്ഞു എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അതിൻ്റെ കൂടെ വേറൊരു കാര്യവും കൂടി പറഞ്ഞില്ലായിരുന്നോ, അനാമികയും നീയും തമ്മിൽ പിരിയരുതെന്ന്, അത് നീ മറന്നുപോയോ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, അതൊന്നും ഇനി ഒരുമിച്ച് പോകില്ല, എൻ്റെ ബെഡ്റൂമിലെ കാര്യങ്ങൾ അവർക്കറിയില്ലല്ലോ, അതുകൊണ്ടായെന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, എൻ്റെ അനി നീ ഇങ്ങനെ എന്നെ കൊല്ലാക്കൊല ചെയ്യില്ലേ എന്ന് പറയുമ്പോൾ, അത് തന്നെയാണ് നിന്നോട് എനിക്കും പറയാനുള്ളത്, നീ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, എന്നെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ പാനിയിൽ തൂങ്ങിക്കിടക്കുന്ന എന്നെ നിനക്ക് കാണേണ്ടി വരുമെന്ന് പറയും. അന്നേരം ഒരു ചെറു പുഞ്ചിരിയോടെ നന്ദു പറയുന്നുണ്ട്, വിഷയം മാറ്റാൻ വേണ്ടി, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എസ് ഐ ആയിക്കഴിഞ്ഞാൽ ആദ്യം കേസ് എടുക്കുന്നത് നിൻ്റെ പേരിലായിരിക്കും, എന്നെ ശല്യം ചെയ്യുന്നതിൻ്റെ പേരിലെന്ന് പറയും. അന്നേരം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നീ ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഏതായാലും നമ്മൾ തമ്മിൽ കണ്ടില്ല, ഞാൻ ഇനി പോകുകയെന്ന് പറയുമ്പോൾ, അങ്ങനെ നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അനി പോയി ആ ഡോറങ്ങ് കുറ്റിയിടും കേട്ടോ. എന്നിട്ട് വന്നു കഴിയുമ്പോഴേക്കും നന്ദു ഇങ്ങനെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട്, നിൻ്റെ ഭാവം എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ നിന്നോട് അപമര്യാദയായി പെരുമാറാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നെ അതിനുള്ള ആരോഗ്യം എനിക്കില്ല എന്ന് പറയുമ്പോഴേക്കും നന്ദുവിനൊരു ചിരിയാട്ടോ. അങ്ങനെ പരസ്പരം സംസാരിച്ച് അവരങ്ങ് പയ്യെ അങ്ങ് കൂളായി തുടങ്ങി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയെയും വേണുവിനെയാണ്. അവർക്ക് ആകെ ടെൻഷൻ, വിഷുവായിട്ട് ഇനി അനാമികയ്ക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടും, ഇനി കിട്ടൂലേ എന്നൊക്കെ ആകെ ടെൻഷൻ. രേവതി വേണുവിനോട് പറയുന്നുണ്ട്, അവളെ വിളിച്ച് പറ അവരെയൊക്കെ നന്നായിട്ടൊന്ന് സ്നേഹിക്കാൻ, അതുപോലെ വിഷുക്കണി ഒരുക്കത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് കൂടാൻ, അങ്ങനെ ഇഷ്ടം തോന്നി അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുത്താലോ എന്നൊക്കെ പറയും. അന്നേരം വേണു പറയും, അതിനുള്ള കഴിവൊന്നും അവൾക്കില്ല എന്ന് പറയുവാണ്, ഏതായാലും നീ ഒന്ന് വിളിച്ച് കാര്യം പറയാമെന്ന് പറയും. ഫോൺ വിളിച്ചിട്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട്, വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി മോളെ, നാളെ നിനക്ക് അവരൊക്കെ ഇഷ്ടംപോലെ ഗിഫ്റ്റൊക്കെ തരുമായിരിക്കും അല്ലേ, നിൻ്റെ ആദ്യത്തെ വിഷു അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം അനാമിക പറയുന്നുണ്ട്, എൻ്റെ അമ്മായിമ്മ തരുമായിരിക്കും, വേറെ ആരെങ്കിലും തരുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ, മോളെ നീ അവിടെ വിഷുക്കണി ഒരുക്കാനൊക്കെ ഒന്ന് കൂടെ, എന്നിട്ട് അവരെല്ലാവരെയും നല്ല രീതിയിലൊന്ന് സ്നേഹിക്കുക, അവരപ്പം എന്തെങ്കിലുമൊക്കെ മോൾക്ക് തരും എന്ന് പറയുമ്പോൾ, എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല, അതുമല്ല ഇവിടുത്തെ വിഷുക്കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞു എന്ന് പറയും. എന്നിട്ട് അനാമിക തിരിച്ചു ചോദിക്കുന്നുണ്ട്, മരുമോൻ എന്താ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അന്നേരം വേണുവിൻ്റെ കൈ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ വേണു പറയുന്നുണ്ട്, ശരിക്കും അവനൊരു ഒലക്കയാണ് കൊടുക്കുന്നത്, പക്ഷെ അത് പറയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതല്ലേ ഇങ്ങോട്ടും കിട്ടുള്ളൂ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ഭാര്യ വീട്ടിൽ നിന്ന് വിഷുവിന് ഗിഫ്റ്റ് മേടിക്കുന്നത് ദോഷമാണ് അവരോടൊക്കെ പറയുമെന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിഡ്ഢികളല്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അനാമിക ഫോം വയ്ക്കുവാണ്. ഫോം വെച്ച് കഴിയുമ്പോഴേക്കും വേണു പറയുക, പക്ഷേ പെണ്ണ് ആകെ വാശിയിലാണല്ലോ, അവൻ എന്തെങ്കിലും കൊടുക്കണം എന്നാണ് അവൾ പറയുന്നത് എന്ന് പറയുമ്പോൾ, പിന്നെ കൊടുക്കാതെ എന്തെങ്കിലും അവന് കൊടുക്കാന്നേ, അല്ലെങ്കിൽ ശരിയാകില്ല എന്ന് രേവതിയും പറയുന്നു. എന്തായാലും ഇവിടുന്ന് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി അവിടുന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന വേണുവിനെയും അത് പ്രതീക്ഷിച്ചിരിക്കുന്ന അനാമികയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.